ട്രിച്ചിയിലെ ജെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിരുന്ന 10 പേരടങ്ങുന്നൊരു ഗ്യാങ് ഇന്ന് സൗത്ത് ഇന്ത്യൻ സിനിമയിലെ മോസ്റ്റ് പോപ്പുലർ ആക്ടർ, മോസ്റ്റ് പോപ്പുലർ ഡയറക്ടർ, മോസ്റ്റ് പോപ്പുലർ മ്യൂസിക് ഡയറക്ടർ അങ്ങനെ പല മേഖലകളിൽ പ്രശസ്തരാണ്. അതിലൊരാൾ ശിവകാർത്തികേയനായിരുന്നു. പക്ഷേ ഇന്ന് പറയാൻ പോകുന്നത് ശിവകാർത്തികേയനെ പറ്റിയല്ല, ഈ 10 പേരുടെ ഗ്യാങ്ങിലുണ്ടായിരുന്ന ഒരു കോട്ടയംകാരനെ പറ്റിയാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് റിലീസായ അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമയിലെ വളരെ ഹിറ്റായ 2 പാട്ടുകൾ. ഈ പാട്ടുകൾ കമ്പോസ് ചെയ്ത ദിബു നൈനാൻ തോമസിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ദിബു നൈനാൻ കമ്പോസ് ചെയ്തതിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള പാട്ടുകൾ ഇതുമാത്രമല്ല. ഇതിനു മുൻപ് അദ്ദേഹം ചെയ്തിട്ടുള്ള പാട്ടുകളെല്ലാം തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലുമെല്ലാം സെൻസേഷനായി മാറിയിട്ടുണ്ട്. സിദ്ധാർത്ഥ നായകനായി കഴിഞ്ഞ വർഷം റിലീസായ ചിത്ത എന്ന സിനിമയിലെ എന്ന പാട്ട് ഇദ്ദേഹം കമ്പോസ് ചെയ്തതായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയായ മരകത നാണയത്തിലെ കവിതകളാ കനവുകളാ കയൽവിഴിയേ, ഈ പാട്ടും വളരെ വലിയ രീതിയിൽ ഹിറ്റായിരുന്നു. ഇപ്പോഴും സ്പോട്ടിഫൈ, ജിയോ 7 പോലെയുള്ള മ്യൂസിക്കൽ ആപ്പുകളിൽ ടോപ്പ് 10 പ്ലേലിസ്റ്റിൽ ഈ പാട്ടുണ്ട്. അതുപോലെ തന്നെ ബാച്ചിലർ സിനിമയിലെ കാതൽ പൂക്കും പൂവേ സാരൽ വീസീരം എന്നെ കൊഞ്ചും മഴയിൽ ഉൻവാസം, ഈ പാട്ടും കമ്പോസ് ചെയ്തത് ദിബു നൈനാൻ തോമസ് തന്നെയായിരുന്നു. സ്കൂളിങ്ങിൻ്റെ ഒക്കെ ഒരു സമയം തൊട്ട് തന്നെ മ്യൂസിക് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പാഷൻ. അങ്ങനെ +2 എത്തിയപ്പോഴാണ് ആദ്യമായി അവരുടെ മ്യൂസിക് ബാൻഡിന് സ്കൂളിൽ പെർഫോം ചെയ്യാൻ അവസരം കിട്ടുന്നത്. അപ്പോൾ ആദ്യമായിട്ട് സ്വന്തം ബാൻഡിന് വേണ്ടി ഒരു പ്രെയർ സോങ് കമ്പോസ് ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നത് ദിബുവിനെയാണ്. ഒരു ദിവസം മുഴുവനെടുത്ത് അത് കമ്പോസ് ചെയ്ത് കഴിഞ്ഞ് അമ്മയെ കേൾപ്പിച്ചു കൊടുത്തപ്പോൾ അമ്മ വല്ലാണ്ട് ഇമോഷണലായി. അവിടെ നിന്നാണ് മ്യൂസിക് കമ്പോസർ എന്ന കുപ്പായം എടുത്തണിയുന്നത്. മാത്രമല്ല, ദിബു പാസ് ഔട്ട് ആയതിനു ശേഷവും 4 വർഷത്തോളം ആ സ്കൂളിലെ പ്രെയർ സോങ് ഇത് തന്നെയായിരുന്നു. പക്ഷേ കോട്ടയത്തെ ഒരു സാധാരണ കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അതുകൊണ്ട് തന്നെ സിനിമയിൽ മ്യൂസിക് ഡയറക്ടർ ആവണം എന്ന ദിബുവിൻ്റെ തീരുമാനത്തെ നിരുത്സാഹപ്പെടുത്തിയില്ലെങ്കിലും തൽക്കാലം നീ വേറെന്തെങ്കിലും ഒരു ഡിഗ്രി പഠിക്ക്, എന്നിട്ട് ഇഷ്ടമുള്ളത് ചെയ്തോ എന്ന് പാരൻസ് പറഞ്ഞതനുസരിച്ച് ട്രിച്ചിയിലെ ജെ എഞ്ചിനീയറിംഗ് കോളേജിലെത്തി. അവിടെ വെച്ച് കിട്ടിയ സൗഹൃദങ്ങളാണ് ശിവകാർത്തികേയൻ, അരുൺ രാജ കാമരാജ്, സന്തോഷ് നാരായണൻ ഇവരൊക്കെ. കോളേജിലെ കൾച്ചറൽ ഫെസ്റ്റുകൾക്ക് പെർഫോം ചെയ്യാറുണ്ടായിരുന്നു ഇവരെല്ലാവരും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കൂട്ടുകാരെല്ലാവരും കൂടി ഒരു മൈം ചെയ്യാം എന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എങ്ങനെ വേണം എന്നൊരു ഡിസ്കഷൻ ഉണ്ടായി. അപ്പോൾ ദിബു പറഞ്ഞു, സാധാരണ മൈമിലൊക്കെ എല്ലാവരും റെക്കോർഡഡ് മ്യൂസിക്കല്ലേ ഉപയോഗിക്കുന്നത്, നിങ്ങൾ പെർഫോം ചെയ്തോ, ഞങ്ങൾ ഇതിൻ്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ ലൈവായിട്ട് വായിച്ചു തരാം. ഈ ഒരു ഐഡിയ എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല, അവരവതരിപ്പിച്ച ആ മൈമിന് ഫസ്റ്റ് കിട്ടുകയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിഷ്യൻസിനെ പ്രത്യേകമായി ജൂറി പാനലും കോളേജ് മാനേജ്മെൻറ്റും അഭിനന്ദിക്കുകയും ചെയ്തു. കോളേജൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി പലരും അവരവരുടേതായ മേഖലകളിലേക്ക് തിരിഞ്ഞു. പല സിനിമകളിലായി ഓരോരുത്തരും വർക്ക് ചെയ്യാൻ പോയ സമയത്താണ് ദിബു നൈനാന് മരകത നാണയം എന്ന സിനിമ ചെയ്യാൻ അവസരം കിട്ടുകയും അതിലെ നീ കവിതകള എന്ന പാട്ട് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്നത്. പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ശിവകാർത്തികേയൻ വലിയ ഒരു ആക്ടറായി എസ്റ്റാബ്ലിഷ്ഡായി കഴിഞ്ഞ് അദ്ദേഹം സ്വന്തമായി ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങാൻ തീരുമാനിക്കുന്നു, തൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി. അങ്ങനെ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത സിനിമയായിരുന്നു കന. ഇതിൻ്റെ ഡയറക്ടർ അരുൺ രാജ കാമരാജ് ആയിരുന്നു. ഈ സിനിമയിലെ വായാടി പെത്തപ്പുള്ള എന്ന പാട്ട് വലിയ രീതിയിൽ വൈറലായി. ഇത് പാടിയിരിക്കുന്നത് ശിവകാർത്തികേയൻ്റെ മകളായ ആരാധനയും ശിവകാർത്തികേയനും വൈക്കം വിജയലക്ഷ്മിയും ചേർന്നാണ്. ഇതേ സിനിമയിലുള്ള ഒത്തയടി പാതയിലെ എന്ന അനിരുദ്ധ് പാടിയ പാട്ടും സെൻസേഷനിലായി മാറുകയും ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം റീൽസിലൂടെ ഒന്നുകൂടി ഫേമസ് ആകുകയും ചെയ്തു.
ദിബു നൈനാൻ പാട്ടുകളിൽ വർക്കാവാറുള്ള ഒരു ഹിറ്റ് ഫോമാറ്റ് അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമയിലും നന്നായി വർക്കായതുകൊണ്ട് മാത്രമാണ് അതിലെ 2 പാട്ടുകളും ഇന്ന് എല്ലാവരും ആസ്വദിക്കുന്നത്. സിനിമയുടെ സോൾ ഒരു തരത്തിലും നഷ്ടപ്പെടാതെ എന്നാൽ തൻ്റേതായ ഒരു സിഗ്നേച്ചർ നിലനിർത്തി വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് AR Rahmanലെ പാട്ടുകൾ അദ്ദേഹം കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള മലയാളം പാട്ടുകളിൽ നിന്ന് AR Rahmanലെ പാട്ടുകൾ വ്യത്യസ്തമാകുന്നത്. അപ്പോൾ ദിബു നൈനാൻ കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേക്ക്.